നമ്മൾ വായിച്ച ആ സങ്കീർത്തന ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അല്പം മിനിറ്റുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായി ശാന്തമായ രീതിയിൽ ഇന്ന് പകൽ സംസാരിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. നിങ്ങളെല്ലാവരുടെയും ബൈബിളുകളെ തുറന്ന് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാമല്ലോ. നോക്കുക, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. മതി. അതിന്റെ 6-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ശാന്തമായ ചില ചിന്തകൾ നിങ്ങളോട് ഇന്ന് പകൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പകലിൽ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വളരെ ബലം നൽകിയ ഒരു ദിവസമായിരുന്നു. സ്തോത്രം. നിങ്ങൾക്കും ആ സ്തോത്രം ശുശ്രൂഷകൾ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മൾ ആ വലിയ പ്രാർത്ഥനയോട് തികഞ്ഞ ദൈവാശ്രയ ബോധത്തോട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് സ്തോത്രം നിങ്ങളെ ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ, ഭൂമിയെ ഹല്ലേലൂയ നനയ്ക്കുന്ന വൻമഴ പോലെ അവൻ ഇറങ്ങി വരട്ടെ. സ്തോത്രം. നോക്കുക, പഴയ നിയമകാലത്ത് സ്തോത്രം ഹല്ലേലൂയ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ അന്ന് ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ല. സ്തോത്രം. ആധുനിക സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം ഒരു ഭൂമിയിൽ ഒരു മഴ പെയ്താൽ മാത്രമേ അവരുടെ കൃഷികൾ സ്തോത്രം പുഷ്ടി പിടിക്കുകയുള്ളൂ, വിളവുകൾ ശക്തിപ്പെടുകയുള്ളൂ. സ്തോത്രം. ഏതൊരു വൃക്ഷത്തിനും ഏതൊരു സസ്യത്തിനും ഏതൊരു ജീവനുള്ള ഒരു വിത്തിനും സീഡിനും വളരണമെങ്കിൽ ഒരുക്കപ്പെട്ട മണ്ണ് വളവ് മാത്രം പോരാ. സ്തോത്രം. അതിനകത്തൊരു വെള്ളത്തിന്റെ സ്പർശനം വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രമാത്രം ശക്തമായി നല്ല നിലമൊരുക്കിയിട്ടാലും എത്ര ശക്തിയായി നല്ലതായി സ്തോത്രം വളമിട്ടാലും അതിനകത്ത് ഇട്ടിരിക്കുന്ന ഫലം പുറത്തു വരുവാൻ സാധിക്കുകയില്ല. ഒരു പരിധി കൂടുതൽ അതിന് വളരുവാൻ സാധിക്കുകയില്ല. സ്തോത്രം. ഇത് മകനിൽ സ്തോത്രം ഹല്ലേലൂയ അതിനകത്തൊരു മഴ പെയ്യുമ്പോൾ സ്തോത്രം ഒരു വലിയ പുറപ്പെടുത്തു പെയ്യുന്ന മഴ പോലെ മഞ്ഞ് പോലെ അതിന്മേൽ പെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ പുറത്തു വരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിനകത്ത് എന്ത് ഫലമാണോ എന്തിന്റെ സീഡാണോ സ്തോത്രം അതിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്നത് അതിന്റെ ഫലം പുറത്തു വരുവാൻ വേണ്ടി തുടങ്ങും. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോട് ദൈവമക്കളോട് പറയുകയാണ്. സ്തോത്രം. വചനമാകുന്ന വിത്ത് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഇട്ടു തന്നിരിക്കുകയാണ്. കാലാകാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ വിത്ത് വീണു. സ്തോത്രം. പക്ഷേ വളരുവാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാട്ടെ. ഇന്ന് പകലിൽ സ്തോത്രം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി നമ്മളിൽ വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നാളുകളായി ഞാൻ പ്രസംഗങ്ങൾ കേൾക്കുകയാണ്, നാളുകളായി ദൈവദാസന്മാരുടെ ദൂതുകൾ കേൾക്കുകയാണ്. പോരാഞ്ഞിട്ട് നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ അനേക ലൈവ് റീച്ചുകൾ കാണുന്നു, അനേക മീറ്റിങ്ങുകൾ നമ്മൾ പങ്കെടുക്കുന്നു. പക്ഷേ എന്റെ ഹൃദയത്തിൽ ദൈവം ആഗ്രഹിക്കത്തക്കവണ്ണം ഒരു വളർച്ച ഉള്ളിലുണ്ടോ? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആത്മീയ വളർച്ച നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അതില്ല എങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവേ, എന്റെ ഉള്ളിലേക്ക് ഒരു വൻമഴ അയക്കണമേ. ഹല്ലേലൂയ. പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ കർത്താവേ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ ദൈവസഭയിൽ, എന്റെ ഹല്ലേലൂയ എന്റെ കുടുംബത്തിനകത്ത് ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം ഒന്ന് ഇറങ്ങി വരണമേ. നല്ലവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങിയാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹല്ലേലൂയ ഗൈഡ് ചെയ്യുവാൻ തുടങ്ങിയാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ തുടങ്ങിയാൽ സ്തോത്രം. ഹല്ലേലൂയ. അത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ അല്ല.
സ്തോത്രം. മറ്റൊന്ന് ആഗ്രഹിക്കുന്നത് പോലെയല്ല, സ്തോത്രം, മറ്റൊന്ന് ചിന്തിക്കുന്നത് പോലെയല്ല. മുഴു നിയന്ത്രണം കർത്താവാണ്. ഹല്ലേലൂയ. നിറഞ്ഞ സാന്നിധ്യത്താൽ നാം നിറയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ചിന്തകളിൽ മാറ്റമുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയിൽ വലിയ മാറ്റമുണ്ടാകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലായെങ്കിൽ വചനം പറയുന്നത് പോലെ, ഹല്ലേലൂയ, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സ്തോത്രം, ദൈവമേ അത്ഭുതങ്ങൾ ചെയ്യണമേ, അടയാളങ്ങൾ ചെയ്യണമേ. നമ്മുടെ വാക്കുകളുമായി മാറും, സ്തോത്രം. പക്ഷെ അത് പരിശുദ്ധാത്മാവിലായി മാറുമ്പോൾ, ഹല്ലേലൂയ, അത് ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇപ്രകാരം ദൈവകൃപയുള്ള വലിയ അഭിഷിക്തന്മാർ പറയുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ വഴികൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിലുള്ള വെളിപ്പെടുവാനുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ എന്ന് ദൈവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞു പറയുമ്പോൾ, ദൈവകൃപയുള്ളവർ പറയുമ്പോൾ എങ്ങനെ തുറക്കപ്പെടുന്നത് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം ഉണ്ടാവും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ നോക്കുക പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പത്രോസ്, യോഹന്നാൻ, ഹല്ലേലൂയ, യാക്കോബ്, ഇവർ മൂന്നുപേരും പ്രസംഗിച്ചു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചു. ഹല്ലേലൂയ. എല്ലാവരും പ്രസംഗിച്ചു. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ച ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ വ്യാപരിച്ചെന്ന് അറിയാമോ? അവന്റെ ഉള്ളിൽ വ്യാപരിച്ച ശക്തി, അവന്റെ ഉള്ളിൽ മറന്ന ദൈവസാന്നിധ്യത്തിന്റെ നിറവ് അവനെ വ്യത്യസ്തനാക്കി മാറ്റി. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ ആത്മ നിയോഗത്തോടെ ദൈവമക്കളോട് പറയുകയാണ്, കർത്താവേ, ഹല്ലേലൂയ, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ, കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിന്റെ പേരൊന്ന് നിറയ്ക്കണമേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഒന്നിന്റെ വേദഭാഗങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവന്ന് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ, ഹല്ലേലൂയ, 32-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. എന്റെ വചനം മഞ്ഞുപോലെയും ഇളംപുണ്ണിൽ പുല്ലിന്മേൽ പൊഴിയ മുടിമഴ പോലെയും സസ്യത്തിന്റെ മേൽ മാരി പോലെയും ചൊരിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം മഴ പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിങ്ങൾ നിറയപ്പെട്ടാൽ, സ്തോത്രം, എങ്ങനെ ആയിത്തീരുമെന്നറിയാമോ? മഴ പോലെ ഞാൻ നിങ്ങളും എങ്ങനെ നടക്കണം, എങ്ങനെ നിങ്ങൾക്ക് ഡയറക്ഷൻ തരണമെന്നുള്ള ഉപദേശം മഴ പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, സ്തോത്രം, പകരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്റെ വചനം മഞ്ഞുപോലെയും. അപ്പൊ ഈ ദൈവവചനത്തിന് എന്തുണ്ടെന്നറിയാമോ? ഓ സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ അതുകൊണ്ടാണ് പറയുന്നത് ഈ ദൈവവചനം നിങ്ങൾ ധ്യാനിക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വ്യാപരിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് കഴിയുന്നിടത്തോളം എല്ലാ ദിവസങ്ങളിലും കുറഞ്ഞതും വെള്ളത്തിലായെങ്കിലും നിങ്ങൾ വായിക്കണം. സ്തോത്രം. അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നിറഞ്ഞ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, സ്തോത്രം, ധ്യാനിക്കുകയാണെങ്കിൽ, ധ്യാനിക്കണം, ദൈവവചനം ധ്യാനിക്കണം. സ്തോത്രം. നമ്മള്, സ്തോത്രം, വായിച്ചു തീർക്കുന്നത് പോലെ, മാഗസിൻ വായിച്ചു തീർക്കുന്നത് പോലെ ദൈവവചനം വായിച്ചു തീർത്തില്ലെങ്കിലും, സ്തോത്രം, അങ്ങനെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ദൈവവചനം ധ്യാനിക്കാൻ ഇരിക്കരുത്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് മഞ്ഞുപോലെ, ഹല്ലേലൂയ, എങ്ങനെയാ, മഴ പോലെ ഉപദേശം പൊഴിക്കും. കുഞ്ഞെ, നീ എങ്ങനെ പോകണം, സഹോദരങ്ങളെ നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യണം, കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുവാൻ വേണ്ടി തുടങ്ങും. സ്തോത്രം. എന്റെ വചനം മഞ്ഞുപോലെ, ഇളം പുള്ളിന്മേൽ പൊടിമഴ പോലെ, സസ്യത്തിന്മേൽ മാരി പോലെ ചൊരിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിനോട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇങ്ങനൊരു ആത്മീയ അനുഭവത്തിലേക്ക് ദൈവമെന്നെ ഒന്ന്, ഹല്ലേലൂയ, നിറയ്ക്കണമെന്നൊന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്.
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ മറ്റൊരു ഭാഗത്തിൽ പറയുന്നത് പോലെ വഴി ഇതാകുന്നു മകനെ, ഇതിലേക്കൂടെ പോയിക്കൊള്ളുക, ഇതിലേക്കൂടെ പോയിക്കൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. തെറ്റായ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നോ കുഞ്ഞെ, നിങ്ങൾക്ക് ഇത് പറ്റിയതല്ല. ആത്മീയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയും, കുഞ്ഞെ നിന്റെ വചനം അല്ല, നീ ഇതിലേക്കൂടെ പോകേണ്ടതല്ല, നീ വന്റെ വഴി റോങ് ആണ്. ഹല്ലേലൂയ. ഒരാള് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് പോലെ സ്തോത്രം എന്ന് പകരം ഞാൻ ആത്മനിയോഗത്തോട് പറയാ, ഈ ദൈവവചനത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അതിന്റെ അർത്ഥത്തിനനുസരിച്ച് നിങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയാൽ ഇത് നല്ലൊരു ടീച്ചറായി നിങ്ങളോടുകൂടി ഇരിക്കും, നല്ലൊരു ഗൈഡായിട്ട് നിങ്ങളോടുകൂടി ഇരിക്കും. നമുക്ക് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, വീട് കിട്ടുന്നതിനേക്കാൾ ഉപരിയായി, ഒരു വാഹനം മേടിക്കുന്നതിനേക്കാൾ ഉപരിയായി, വേറെ എന്തെങ്കിലും സ്വത്തുക്കൾ മേടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിലവിൽ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, എന്റെ കുടുംബത്തിന്റെ മേൽ, ഈ ദൈവസഭയുടെ മേൽ കർത്താവ് മഴ പോലെ ഉപദേശം ചൊരിയും, എന്റെ വചനം മഞ്ഞ് പോലെ ഇളംപുല്ലിന്മേൽ പൊന്മഴ പോലെ, ഹല്ലേലൂയ, സസ്യത്തിന്മേൽ ഹല്ലേലൂയ മാരി പോലെയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഈ വചനത്തിന്റെ ശക്തി എങ്ങനെ വ്യാപരിക്കുന്നതെന്ന് അറിയാമോ? രാവിലെ മുഴുവനുള്ള വെയിലുകൾ കൊണ്ട് തളർന്നിരിക്കുന്ന പുല്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? രാവിലെ അത് എഴുന്നേൽക്കുമ്പോൾ അതിന്മേൽ മഞ്ഞ് വീട് കിടക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അത് ഉണങ്ങി നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷെ ഒരു നല്ല പ്രഭാതം ഉണർന്നു വന്നപ്പോൾ മഞ്ഞ് അതിന്മേൽ വീണപ്പോൾ, മഞ്ഞ് പോലെ അതിന്മേൽ വെള്ളത്തുള്ളികൾ അതിന്മേൽ പതിച്ചപ്പോൾ അതും പുതുതായി അതിന്റെ തളിർമ നഷ്ടപ്പെട്ടു പോകാതെ, അതിന്റെ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകാതെ വാടിയിരുന്നതിനെ പുതിയൊരു ഉണർവ് തന്നതുപോലെ ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, ഇന്ന് പകൽ ഒരു ദൈവഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്, പലപ്പോഴും വീണു പോകുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ദൈവവചനം നീ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ പുതിയൊരു ഉണർവ് യേശുവിന്റെ നാമത്തിൽ ആ ഉണർവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ സ്തോത്രം, പല വാക്കുകൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല, പല സ്തോത്രം കഷ്ടങ്ങൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല, രോഗങ്ങൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. നീ കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങുവാൻ പോയപ്പോ വലിയ ഭാരത്തോടാ പോയി കിടന്നുറങ്ങിയത്. പക്ഷേ അല്പമിനിറ്റുകൾ ദൈവത്തിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേറ്റപ്പോ ഇന്നലത്തെ പ്രശ്നങ്ങൾ മാറി പുതിയ വ്യക്തിയായി മാറി. എങ്ങനെയാണെന്ന് അറിയാമോ? ഈ വചനം നിന്റെ ഉള്ളിൽ വ്യാപരിച്ചത് കൊണ്ട്. ഇന്ന് പകൽ എല്ലാവരും പറഞ്ഞോട്ടെ, മഞ്ഞ് പോലെ ഹല്ലേലൂയ, ഭൂമിയെ നനയ്ക്കുന്ന വെൺമഴ പോലെ ഇന്ന് പകൽ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, 65-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിലർത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മൂലയെ നീ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ ഒന്ന് എല്ലാവരും സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ഈ ദൈവവചനത്തിന്റെ ശക്തി നിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നിന്റെ ഉള്ളിനകത്ത് വീണിരിക്കുന്ന വിത്ത് ഫലം തരേണ്ടതിന് അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. ഹല്ലേലൂയ. അതിനകത്ത് കട്ടകളെ ഉടച്ചു നിരത്തുന്നു. മഴയാൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ അതിനെ കുതിർക്കുന്നു. ഇന്ന് പകൽ ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ദൈവസാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ കല്ലായിട്ടിരിക്കുന്ന, കല്ല് കട്ടകെട്ടിയിരിക്കുന്ന ചില പ്രതിസന്ധികൾ, വിഷയങ്ങൾ ഈ സാന്നിധ്യത്തിന്റെ മുമ്പിൽ കുതിരുന്നു. ഈ ദൈവവചനം കേൾക്കുമ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞിട്ടില്ല നിങ്ങള്. ഈ ദൈവസാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തൊട്ടപ്പോൾ ഹല്ലേലൂയ പലപ്പോഴും നിങ്ങൾ അറിയാതെ കരഞ്ഞു പോയിട്ടില്ലേ? ഹല്ലേലൂയ. ഈ കരച്ചില് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്നറിയാമോ? അതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട മൂളകൾ പുറത്തു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ഈ നിയോഗത്തിലേക്ക് എന്നെ ഗൈഡ് ചെയ്യണമെന്നൊന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില കട്ടകൾ ഉടയപ്പെടട്ടെ. ദൈവസാന്നിധ്യം
ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിലും ചില കല്ലുപോലുള്ള ഒടിയപ്പെടേണ്ടതിനെ ഉടച്ച് ദൈവത്തിന്റെ പലപ്പോഴും നീ മുള്ളുപോലെ നീ കരയുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഹൃദയം, നിന്റെ കണ്ണു നിറഞ്ഞ് നീ കരയുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ഉള്ള ചിലതിനെ മാറ്റി വെച്ചിട്ട് ദൈവം ചിലത് പുതിയ ഫലത്തെ നിന്റെ ഹൃദയത്തിൽ നിന്ന് മുളപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ ഒരു മഴ, ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ, എന്റെ ഉഴവുചാലുകളെ നനച്ച് നീ നിന്റെ കാട്ടുകളെ ഉടച്ചു നിരത്തി മഴയാൻ അതിനെ കുതിർക്കുന്നത് പോലെ, പുതിയ മുള വരുന്നത് പോലെ എന്റെ ആത്മീയ ജീവിതത്തിൽ ആക്കി തീർക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളും ഹല്ലേലൂയ 16-ാമത്തെ ആയത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്, അവന്റെ പ്രസാദമോ പിന്മഴയുടെ മേഘം പോലെ ആകുന്നു. നിങ്ങൾ ഈ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? രാജാവിന്റെ മുഖപ്രകാശത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. ഇത് പറയുന്ന ദൈവവചനത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ പ്രസാദം എന്ന് പറയുന്നത് പിന്മഴയ്ക്കുള്ള മേഘം പോലെ സ്വന്തം തരിശായി കിടക്കുന്നതിന്, ഉണങ്ങി വരണ്ട് കിടക്കുന്നതിന് ഹല്ലേലൂയ കുതിർക്കുവാൻ തക്ക സ്വന്തം പ്രകാശമുള്ളവൻ. ഇന്ന് പകരം ഇങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. അനേക ചിന്തകൾ എന്റെ ഹൃദയത്തിനകത്തുണ്ട്. പക്ഷേ സ്തോത്രം, ശുശ്രൂഷകൾ വളരെ പെട്ടെന്ന് തീർക്കണമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 34-ാമത്തെ ആയത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവയെ എന്റെ ഹല്ലേലൂയ വായിച്ചതിനെ ഒന്ന് സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 34-ാമത്തെ ആയത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഞാൻ അവയെയും എന്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. അത് അനുഗ്രഹമായ മഴയായിരിക്കും. കരമുഴുതി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കുഞ്ഞെ, നീ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. നീ നിൽക്കുന്ന വർക്ക് പ്ലേസ് അനുഗ്രഹിക്കപ്പെടും. നീ നിൽക്കുന്ന ചർച്ച് അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്തോത്രം. ഞാൻ അവയെ എന്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, എന്റെ ചുറ്റിനുമുള്ളവരുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹമാണ്. പറഞ്ഞാട്ടെ. നീ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇതിനെ വഹിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ, നീ ഒരു അനുഗ്രഹമാ. ഓ സഹോദരങ്ങൾ, നിങ്ങളൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഈ ബൈബിൾ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു അനുഗ്രഹമാണ്, ഒരു മാനതയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെ ഹല്ലേലൂയ ഉയർത്തിപ്പിടിച്ചവരാരും രക്ഷിച്ചു പോയിട്ടില്ല കേട്ടോ. സ്തോത്രം. ഇതിനെ ഹല്ലേലൂയ ഉയർത്തി ഇന്ന് പകൽ ആരാധനയ്ക്ക് നിങ്ങൾ വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? കുന്നിന് ചുറ്റുമുള്ള സകല സ്ഥലങ്ങളും ഒരു അനുഗ്രഹമാക്കി വെക്കും. സ്തോത്രം. നമുക്കറിയാം, ഈ പെട്ടകം സ്തോത്രം ദാവീദിന്റെ കാലത്ത് ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. സ്തോത്രം. പക്ഷേ സ്തോത്രം, അവൻ കൊണ്ടുവന്നത് ദൈവഹിത പ്രകാരമല്ലാത്ത രീതിയിലായിരുന്നു. പുരോഹിതന്മാരായിരുന്നു പെട്ടകം ചുമക്കേണ്ടത്. പക്ഷേ സ്തോത്രം, കാള വരണ്ടപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അതെടുത്ത് എന്ത് ചെയ്യാന്നറിയാമോ? ഒരുവന്റെ വീട്ടിൽ കയറ്റി വെച്ചു. അവന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഓബേദേദോമിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ ചുറ്റും അതിരുന്ന സമയം മുഴുവൻ അനുഗ്രഹമായിരുന്നു. അതിന്റെ തലമുറ വരെ അത് അനുഗ്രഹമായിരുന്നു. ഇതുപോലെ ഞാൻ പറയുകയാണ്, ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്ന, ഇത് നിന്റെ ഭവനത്തിലുള്ളത്, നീ ഇത് വായിക്കുന്നത്, ഇത് ധ്യാനിക്കുന്നത്, നീ ഒരു അനുഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. സ്തോത്രം. അത് അനുഗ്രഹമുള്ള മഴയായിരിക്കും. ഓ ജീസസ്. ഹല്ലേലൂയ. നീ തക്ക സമയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം സമയമാകുമ്പോൾ നടക്കുക.
നിനക്കുള്ളത് മഴ പെയ്യും. അതൊരു അനുഗ്രഹിക്കപ്പെട്ട മഴയായിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് ഇത് അനുഗ്രഹമായിരിക്കും. നീ ദൈവവചനങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കണം. കർത്താവേ, ഈ ദൈവവചനത്തിന്റെ ശക്തി എന്റെ കുടുംബത്തിനകത്ത്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, എന്റെ ദൈവസഭയിൽ ഇതൊരു അനുഗ്രഹമാക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. തക്ക സമയത്ത് കേട്ടോ, ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല. തക്ക സമയത്ത് നിന്റെ കുടുംബത്തിലുള്ളത്, ഹല്ലേലൂയ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ ദൈവസഭയ്ക്കകത്തുള്ളത് തക്ക സമയമാകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മഴ ദൈവം ഈ സഭയ്ക്കകത്തും നിങ്ങളുടെ കുടുംബത്തിനകത്തും അയക്കും. അതൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ഞാൻ ആത്മാവിന്റെ നിറവിൽ ഒരു ദൂത് നിങ്ങളോട് പറയുക. ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നതാ. അല്ലേ? സ്തോത്രം. ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കുന്ന അനുഗ്രഹമാ. അതിനെ ആര് കണ്ണു കടിച്ചാലും അതിനെ മാറ്റുവാൻ കഴിയില്ല. ദൈവം നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നോക്കി എത്ര കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. അത് അനുഗ്രഹിക്കപ്പെട്ട മഴ നിന്റെ കുടുംബത്തിൽ ദൈവം അനുഗ്രഹിച്ചതാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകരം അനുഗ്രഹമായിരിക്കും. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞാൽ ദൂതാണ്. സ്തോത്രം. ഇത് പകരം പറഞ്ഞാട്ടെ, എന്നെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. നീ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട മഴ നിന്റെ കുടുംബത്തിനകത്ത് പെയ്യുമ്പോൾ ആരെങ്കിലും നോക്കി ശാപവാക്ക് പറഞ്ഞാൽ ആ ശാപം നിന്നെ കേൾക്കുകയില്ല. പറയുന്നവന്റെ കുടുംബത്തിനകത്ത് തന്നെ നടത്തും. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കി അനുഗ്രഹിക്കപ്പെട്ടവനാണല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹം അവർക്കൂടെ ചെല്ലും. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, ഇങ്ങനൊരു ആത്മീയ തലത്തിലേക്ക് എന്നെ ഒന്ന് നയിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ മുറിവുകൾ ഇന്ന് പകൽ അടിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽ എല്ലാ ഭാരങ്ങൾ മാറട്ടെ. നാളുകളായി മുറിവിന്റെ ഹൃദയത്തിൽ വേദന അനുഭവപ്പെട്ട് കർത്താവേ, ഇതിനൊരു മറുപടിയില്ല എന്ന് ചോദിക്കുന്നില്ലേ? കുഞ്ഞെ, സമയമാകുമ്പോൾ ദൈവം മഴയെ അയച്ച് നിന്റെ അവകാശത്തെ ജീവിപ്പിക്കും. അത് എന്നേക്കും നിലനിൽക്കുന്ന അനുഗ്രഹമായിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, ഈ ദൈവവചനത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത് ഒന്ന് വ്യാപരിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം. എനിക്കറിയില്ല ആരോടൊക്കെ പരിശുദ്ധാത്മാവിന്റെ മകൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് അവൻ മുറിവുകളെ കെട്ടുന്നു. നീ ചില വാക്കിന്റെ മുമ്പിൽ തകർന്നു പോയില്ലേ? നീ ചില വാക്കുകളുടെ മുമ്പിൽ തകർന്നപ്പെട്ടപ്പോൾ ആയിപ്പോയില്ലേ? ആർക്കും മുറിപ്പിനെ കെട്ടാൻ കഴിയാത്തതുപോലെ നിന്റെ ഹൃദയം മുറിഞ്ഞില്ലേ എന്ന് മകൾ പറഞ്ഞട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിച്ച നീ ഒരു അനുഗ്രഹമാ. എന്ന് മകൻ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഇപ്രകാരം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കപ്പെടും. നിന്നെ ശപിക്കുന്നവർക്ക് ആ ശാപമേക്കും. പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു ബന്ധുക്കൾക്ക് നിന്റെ വാക്കിടുവാൻ കഴിയത്തില്ല കേട്ടോ. സ്തോത്രം. ഒരു പുറപ്പുറത്തിലും നിന്നെ പറ്റിയുള്ള ദൈവിക പദ്ധതിക്ക് വാക്കിടുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവമാകുക നിന്നോട് കൂടെ ഉള്ളത്. ഇതിനെ വിശ്വസ്തയോടെ നീ ചോർന്നാൽ ഹല്ലേലൂയ അത് മഴ പോലെ നിന്നെ ക്ഷീണിച്ചു നിൽക്കുന്ന അവകാശത്തിന്മേൽ ഒരു മഴ പോലെ ഒഴികറിയില്ല. ചില വിടുതലുകൾ ഇന്ന് പകൽ സംഭവിക്കുന്നു കേട്ടോ. നിന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. അത് മഴ പോലെ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ വാഗ്ദത്തങ്ങളിൽ ഈ വാസങ്ങൾ ഇറങ്ങി വരുന്നു. ആത്മാവിന് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ദൈവത്തിന്റെ ദൂതം നിന്നോടുള്ളതാ കുഞ്ഞെ, നിന്റെ കുടുംബത്തോടുള്ളതോ, നിന്റെ ചർച്ചയോടുള്ളതോ, അത് തന്നെ ചെയ്യോ. സമയമാകുമ്പോൾ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അനിവാര്യ ഭാരപ്പെടുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് മഴയായിരിക്കും ഹല്ലേലൂയ നിനക്ക് വേണ്ടി തക്ക സമയത്ത് മഴയായിരിക്കും സഹോദരങ്ങളെ വിശ്വസിച്ചാട്ടെ ഹല്ലേലൂയ പ്രാർത്ഥന വെറുതെയല്ല കേട്ടോ നിന്റെ ഉപവാസം വെറുതെയല്ല നിന്റെ നെടുവീർപ്പുകൾ വെറുതെയല്ല ഇന്ന് തക്ക സമയത്ത് ഇതിനെ അനുഗ്രഹിക്കും സ്തോത്രം 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 ഇത് മകൻ എല്ലാ എതിർ പ്രാർത്ഥനകളും എതിർ ശബ്ദങ്ങളും നിന്റെ കുഞ്ഞിനെ നോക്കി നിന്റെ കുടുംബത്തെ നോക്കി നിന്റെ ദൈവസഭയെ നോക്കി പ്രാർത്ഥിച്ച എല്ലാ എതിർ പ്രാർത്ഥനകളും ഒന്ന് മകൻ യേശുവിന്റെ നാമത്തിൽ ആരൊക്കെ പ്രാർത്ഥിച്ചോ അവരതിനെ തിരിച്ചില്ല ഇന്ന് മകൻ ഏറ്റെടുത്ത് ആരാധിച്ചു തുടങ്ങിയാട്ടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ ആരൊക്കെ നിന്നെ തകർത്ത് കളയുവാൻ പ്രായോ ആരൊക്കെ നിന്റെ കുടുംബത്തെ വേദി പിടിക്കണമെന്ന് പറഞ്ഞോ നിന്റെ കുഞ്ഞി ഗതി പിടിക്കണമെന്ന് പറഞ്ഞോ നിന്റെ ശുശ്രൂഷയെ നോക്കി നിന്റെ പ്രാർത്ഥനയെ നോക്കി ആരെങ്കിലും ഏതോ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മകൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ഇന്ന് മകൻ ക്യാൻസൽ ചെയ്യണോ പറയുന്നത് പോലെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിനക്ക് ഭവിക്കയില്ല നിനക്ക് യാക്കോബിന്റെ വാഗ്ദത്തമുള്ളവരെ തടയുവാൻ കഴിയുകയില്ല അവനവന്റെ വാഗ്ദത്ത സ്ഥലത്ത് ചവിട്ടുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണ് അത് ചവിട്ടുക തന്നെ ചെയ്യും Jesus, hallelujah. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ hallelujah, 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 hallelujah. സ്തോത്രം. ഞാൻ ഒന്നിരണ്ട് ചിന്തകൾ കൂടെ പറയണമെന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി അനുവദിക്കുന്നില്ലല്ലോ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ.